മീൻ ഇഷ്ടപ്പെടാത്തവരാരും ഉണ്ടാവില്ലല്ലേ, പ്രത്യേകിച്ച് നമ്മൾ മലയാളികൾ. കപ്പയും മീനും നല്ലൊരു എനർജി സോഴ്സ് ഓഫ് ഫുഡാണ് കേട്ടോ. നല്ല എനർജി തരും, നമുക്കൊരു ഫുൾ ആഹാരം തന്നെയാണ് ഇത്. അപ്പോൾ കപ്പയും മീനും കഴിച്ച് ആരും വെറുതെ ഇരിക്കരുത് കേട്ടോ, എന്തെങ്കിലും നല്ല കഠിനാധ്വാനം തന്നെ ചെയ്യണം. കപ്പയിൽ ധാരാളം കാർബോഹൈഡ്രേറ്റ് ഉണ്ട്, അപ്പോൾ പെട്ടെന്ന് നമുക്ക് എനർജി കിട്ടും. പിന്നെ ഇതിൽ ഗ്ലൂട്ടൻ ഫ്രീ ആണ്, പിന്നെ ആണെങ്കിൽ ഫാറ്റ് ഫ്രീ ആണ്. ഈ 2 ഗുണങ്ങളും ഇതിനുണ്ട്. ധാരാളം ഫൈബറും ഉണ്ട്, അപ്പോൾ കോൺസ്റ്റിപ്പേഷൻ ഒന്നും ഉണ്ടാവില്ല. ഇതിൽ കാൽസ്യം അടങ്ങിയിട്ടുണ്ട് കേട്ടോ, അതുകൊണ്ട് എല്ലുകൾക്കും പല്ലുകൾക്കും ഒക്കെ വളരെ നല്ലതാണ്. ഇതിൻ്റെ കൂടെ ഉള്ളത് ആവോലി മീനാണ് കേട്ടോ. ഇതിൽ ധാരാളം ന്യൂട്രിയൻസ് ഉണ്ട്. ഇത് വിളർച്ചയെ തടയാനും നീർക്കെട്ട് കുറയ്ക്കാനും ഇമ്മ്യൂണിറ്റി വർദ്ധിപ്പിക്കാനും സഹായിക്കും. അപ്പോൾ ഇതാ കപ്പ റെഡി ആയിട്ട്. വെൽക്കം ബാക്ക് ടു യൂട്യൂബ് ചാനൽ. ഇന്നിതാ ഞാൻ കപ്പയും മീനും, നമ്മുടെ വളരെ ഫേവറേറ്റായ ഐറ്റമാണ്. നമ്മളെ വീട്ടിൽ തന്നെ ഉണ്ടായ കപ്പയാട്ടോ. അപ്പം അതെല്ലാം ഒന്ന് നല്ലപോലെ തോല് പൊളിച്ച് നല്ല വൃത്തിയിൽ കഴുകി ചെറിയ കഷ്ണങ്ങളാക്കി നുറുക്കി നമ്മൾ വെള്ളത്തിൽ കുറച്ച് നല്ലപോലെ ഇട്ട് കഴുകണം കേട്ടോ. എന്താ പറയുക, ഇതിൽ ചെറിയൊരു സൈനൈഡ്, ഒരു വിഷമുണ്ട്, അതായത് കട്ട് എന്നൊക്കെ പറയില്ല നമ്മൾ, അത്. അപ്പം അത് പോകണമെങ്കിൽ നല്ലോണം കുറേ വെള്ളത്തിൽ കഴുകി പോക്കണം. പിന്നെ കുറേ വെള്ളം ഒഴിച്ച് തിളപ്പിച്ച് ഊറ്റണം. അങ്ങനെയും നമ്മൾ കപ്പ കഴിക്കാവൂ കേട്ടോ. അല്ലെങ്കിൽ പിന്നെ മത്സ്യമാംസാദികളുടെ കൂടെ കഴിച്ചാലും അതിൻ്റെ പോയ്സണസ് സബ്സ്റ്റൻസ് ഉണ്ടല്ലോ, അത് ന്യൂട്രലൈസ് ആയിപ്പോവും. അപ്പോൾ ഇത് ആവോലി മീനാണ്. അപ്പോൾ ഇന്ന് നല്ല കഷ്ണങ്ങളൊക്കെ തിരിഞ്ഞ് മാറ്റി വെക്കുക നല്ലത്. കാരണം കുറച്ച് അത്യാവശ്യം കാമ്പുള്ള, പിന്നെ കുറച്ച് തലയും വാലും കുറച്ച് നല്ല കഷ്ണങ്ങളും കറി വെക്കാനും. അപ്പോൾ അതിലേക്ക് ഒരു 1/2 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി, 1 ടേബിൾ സ്പൂൺ മുളക് പൊടിയും, 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും, പാകത്തിന് ഉപ്പും, ഇതെല്ലാം കൂടെ ഒരു പാത്രത്തിലേക്ക് ഇടുക നമ്മൾ, മസാല കേട്ടോ. എന്നിട്ട് അതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്തുകൊണ്ട് എടുക്കണം കേട്ടോ. നമ്മൾ ഉള്ളി ഇതൊന്നും ഇതിലേക്ക് ഉപയോഗിക്കില്ല കേട്ടോ. എന്നിട്ട് വെള്ളം ഒഴിച്ച് ഞാനിത് മിക്സ് ചെയ്യാണ്. എന്നിട്ട് നമ്മൾ തെരിഞ്ഞ് വെച്ച നല്ല കഷ്ണം ഉണ്ടല്ലോ, അതിലെല്ലാം ഇതിലിട്ട് മസാലയിലിട്ട് നല്ലോണം ഒന്ന് തിരിച്ച് മറിച്ചു വിട്ട് ഒന്ന് പുരട്ടിയിട്ട് ഒരു പാത്രത്തിൽ അങ്ങനെ ഒതുക്കി അട്ടി വെക്കുക. എന്നിട്ട് ഒരു അരമണിക്കൂർ അത് മൂടി വെക്കുക. എന്നിട്ടൊന്ന് മസാലയൊക്കെ പിടിക്കട്ടെ. ഇനി നമുക്ക് കറി ഉണ്ടാക്കാം. 2 ചുള നമ്മുടെ കുടംപുളി നമ്മളെ വീട്ടിൽ തന്നെയുള്ള അത്, അതിലേക്കൊരു 1/2 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി ഇട്ടിന്, പിന്നെ 1 ടേബിൾ സ്പൂൺ മുളക് പൊടി, പിന്നെ ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, പിന്നെ കുറച്ച് പാകത്തിന് ഉപ്പ് ഇടുക. എന്നിട്ട് കുറച്ച് വെള്ളം, അതായത് നമ്മൾ മീൻ എല്ലാം മസാല മിക്സ് ചെയ്ത പാത്രമില്ലേ, അത് കുറച്ച് വെള്ളം ഒഴിച്ച് കഴുകി ഇങ്ങോട്ട് എടുത്ത് ആ വെള്ളമാണ് ഞാൻ ഇതിലേക്ക് ഒഴിക്കുന്നത് കേട്ടോ. അത് കളയൊന്നും വേണ്ടല്ലോ നമുക്ക്. എന്നിട്ട് ആ വെള്ളം മുഴുവൻ ഇതിലൊഴിച്ച് ഒന്ന് മിക്സ് ചെയ്യുക നല്ല പോലെ. എന്നിട്ട് നമ്മൾ അതിലേക്ക് ഇനി ഒരു ടീസ്പൂൺ പോലെ നമ്മളെ പെപ്പർ പൗഡറാണ്, ഇവിടെ തന്നെ പൊടിച്ചെടുത്തതാണ്, അതിട്ട് ഈ മസാല എല്ലാം കൂടി നല്ല പോലെ തിളച്ച് വന്നിട്ട് അതിലേക്ക് മീനിടുക. ഈ മീനിന് അധികം വേവൊന്നുമില്ല കേട്ടോ, പെട്ടെന്നാവും. അപ്പോൾ ഇപ്പുറത്തടുപ്പിൽ ഞാൻ നമ്മളെ കപ്പയും വെച്ചിട്ടുണ്ട് കേട്ടോ. നല്ലോണം കഴുകി തുറന്നിട്ടാണ് വേവിക്കുന്ന കപ്പ. അപ്പോൾ മീനിവിടെ റെഡി ആയിട്ടുണ്ട്. ഇത് മാറ്റി വെക്കുക. എന്നിട്ട് നമ്മളിനി വറുക്കാൻ ഒരു ചട്ടി വെച്ച് അതിൽ കുറച്ച് വെളിച്ചെണ്ണയൊക്കെ ഒഴിച്ച് നല്ല ചൂടായപ്പം മീനിട്ട് കൊടുക്കുന്നു കേട്ടോ. നല്ലോണം ചൂടായിട്ടേ മീനിടാവും കേട്ടോ, അല്ലെങ്കിൽ ചട്ടിയിൽ നിന്ന് പിടിച്ചു പോകും. അപ്പോൾ ഇത് ഒന്ന് അതിലിട്ടിട്ട് നല്ലോണം തിരിച്ച് മറച്ചു വിട്ട് വേവിച്ചിങ്ങോട്ട് എടുക്കുക. എന്നിട്ട് നമ്മൾ മറ്റേ അടുപ്പത്ത് കപ്പ വെച്ചിരുന്നല്ലോ, ഇത് മീൻ വന്നിട്ട് കപ്പ നോക്കുക, അതിൻ്റെ ഇടയിൽ കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുക കേട്ടോ. കപ്പയിൽ മഞ്ഞളിട്ടാൽ കുറച്ചൊരു നല്ലതാണത് കേട്ടോ. എന്നിട്ടൊന്ന് മിക്സ് ചെയ്യാം. ഇപ്പോൾ വന്നിട്ടില്ല കേട്ടോ, മിക്സ് ചെയ്തിട്ട് ഒന്നുകൂടി നല്ലോണം വേട്ടെ. അപ്പോൾ നമ്മളെ ബാക്കി മീനും കൂടി ഞാനൊന്ന് വറുത്തെടുക്കുകയാണ് ചട്ടിയിൽ. എന്നിട്ട് നമ്മൾ ഇതെല്ലാം കൂടി എടുത്ത് ഒരു പാത്രത്തിലൂടെ മാറ്റി വെക്കുക. ഇനി നമ്മൾ ചെയ്യുന്നത് എന്താ വെച്ചാൽ, നമ്മളെ കപ്പ ഉണ്ടല്ലോ, കപ്പ എന്നെ ഒന്നുകൂടെ നോക്കാം നമുക്ക് എന്തായി അതിൻ്റെ അവസ്ഥ എന്ന്. വെന്തിട്ടുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യണം, അതിലേക്ക് കുറച്ച് ഉപ്പിട്ട് കൊടുക്കണം. ഏകദേശം വെന്ത് തുടങ്ങിന് കേട്ടോ, വെന്തിട്ടുണ്ട്. ഇനി കുറച്ച് ഉപ്പിട്ടൊന്ന് മിക്സ് ചെയ്ത് ഒന്ന് തിളച്ചാൽ മതി. തിളച്ച് കഴിഞ്ഞിട്ട് നമുക്ക് അതിൻ്റെ വെള്ളം ഊറ്റണം. ഞാനിപ്പോൾ കൊട്ടത്താളത്തിലേക്കാണ് വെള്ളം ഊറ്റുന്നു കേട്ടോ, സിങ്കിലേക്ക്. അപ്പോൾ ടാപ്പ് തുറന്നിട്ടുണ്ട്, അല്ലെങ്കിൽ സിങ്ക് ചീത്തയായി പോവില്ലേ. പിന്നെ മീനിലേക്ക് ഒരു വറവ് വയ്ക്കാൻ കുറച്ച് വെളിച്ചെണ്ണ അടുപ്പത്ത് വെച്ച് നല്ല ചുവന്നുള്ളി ചെറുങ്ങനെ അരിഞ്ഞതാണ് കേട്ടോ. അപ്പോൾ അതൊന്ന് മൂത്ത് വരുമ്പോൾ അതിലേക്ക് ഒരു 1-2 തണ്ട് കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുക്കുക. എന്നിട്ട് അതൊന്ന് മിക്സ് ചെയ്തിട്ട് നമ്മൾ വേവിച്ച് വെച്ച നമ്മളെ കറി ഉണ്ടല്ലോ, അവലിക്കറി, അതിലേക്ക് ഒഴിച്ച് ഒന്നങ്ങോട്ട് ചുറ്റിച്ച് കൊടുക്കുക കേട്ടോ. കുത്തിക്കലക്കരുതേ, ഒന്നായിട്ട് ഇളക്കിയാലെല്ലാം കഷ്ണം കുടഞ്ഞുടഞ്ഞ് പോകും. അത്ര സോഫ്റ്റ് മീനാണ് അത്. അതിൻ്റെ എല്ല് പോലും വളരെ സോഫ്റ്റാണ്, അത്രയ്ക്ക് കടിച്ച് മുറിച്ച് തിന്നാം നമുക്ക്.
അപ്പോൾ അത് റെഡി മാറ്റി വെക്കുക. ഇനി നമ്മളെ കപ്പയിലേക്ക് വറവ് വയ്ക്കണം. ഇനി വെളിച്ചെണ്ണ വെച്ച് ഞാൻ നല്ലോണം ഇത്ര കടുക് ഇട്ടിന് കേട്ടോ. എന്താണെന്നറിയോ, കപ്പയിൽ ഇടയ്ക്കിടയ്ക്ക് കുറേ കടുക് കാണുമ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ട്. ഇതാ ഒരു 3-4 പച്ചമുളകും നല്ലോണം ചെറുങ്ങനെ അരിഞ്ഞിട്ട് അതും ഇട്ട്, പിന്നെ അതിലേക്ക് ഇതാ ഒരു 2 തണ്ട് കറിവേപ്പില ഇട്ട് ഒന്ന് മിക്സ് ചെയ്തിട്ട് അതെല്ലാം കൂടി നമ്മൾ വേവിച്ച് വെച്ച കപ്പയിലേക്ക് ഇട്ട് ഒരു 2 കുലുക്കി പിന്നെ ഒരു സ്പൂണിട്ട് നല്ലോണം ഒന്ന് മിക്സ് ചെയ്യണം കേട്ടോ. അപ്പോൾ ഈ കടുകും മുളകും കറിവേപ്പിലും എല്ലായിടത്തും എത്തും. ഇതപ്പം നമ്മൾ മീനും റെഡിയായി, കപ്പയും റെഡിയായി, മീനിൻ്റെ കറിയും അതിലേക്ക് ഒരു കറി ഉണ്ടാക്കിയില്ലേ നമ്മൾ, കറിയും റെഡിയായിട്ടുണ്ട്. ഇനി നമുക്കിതൊരു ഇലയിലേക്ക് സെർവ് ചെയ്യാം കേട്ടോ. അപ്പോൾ ഇതൊക്കെ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അതുപോലെ നിങ്ങളെ ഫ്രണ്ട്സിനും ഫാമിലി ഗ്രൂപ്പിലേക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക കേട്ടോ. നമ്മൾ സാധാരണ മത്തിയും പൂളയാണ് ഉണ്ടാക്കാറ്. പൂളാന്നാട്ടോ ഞങ്ങളിവിടെയൊക്കെ പറയുക. ഇതിന് പല പേരുണ്ട്: മരച്ചീനി, കപ്പ, കൊള്ളിക്കിഴങ്ങ്, പൂള, എല്ലാ പേരിലും അറിയപ്പെടുന്ന സംഗതി ഒന്ന് തന്നെയാണ്. അപ്പം ഇതൊന്ന് ഷെയറും ചെയ്ത് കൊടുത്ത് എന്നെ സപ്പോർട്ട് ഇതുവരെ നിങ്ങൾ എന്നെ വളരെ സപ്പോർട്ട് ചെയ്തിട്ടുണ്ട് കേട്ടോ. എൻ്റെ വീഡിയോസിനെല്ലാം നല്ല നല്ല കമൻ്റ് ഇട്ട് നല്ല സപ്പോർട്ട് തന്നിട്ടുണ്ട്. അതെനിക്ക് നല്ല മോട്ടിവേഷനാണ് കേട്ടോ. അപ്പം ഞാൻ എല്ലാവരോടും വളരെ വളരെ നന്ദി അറിയിക്കുകയാണ്. നിങ്ങൾ ഇത്ര കാലം എന്നെ സപ്പോർട്ട് ചെയ്തതിനും നിങ്ങളുടെ നല്ല നല്ല കമൻസിനും ഇനിയും നിങ്ങളുടെ സപ്പോർട്ട് പ്രതീക്ഷിച്ചുകൊണ്ട് മുന്നോട്ട് പോകാമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇനിയൊരു പുതിയ വീഡിയോ ആയിട്ട് വരുന്നവരേക്കും ബായ്. താങ്ക് യു ഫോർ വാച്ചിങ് ആൻഡ് താങ്ക് യു ഫോർ യുവർ സപ്പോർട്ട്.